അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും റജബ് മാസത്തിലാണ്. റജബ് മാസത്തെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ദുആ കൊണ്ട് ദിക്ർ കൊണ്ടൊക്കെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കാൻ കാരണമാകുന്നൊരു മാസം കൂടിയാണ് റജബ് മാസം. ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ദിക്റുണ്ട്. ഒരു ചെറിയ ദിക്റാണ്, പക്ഷേ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. നമ്മളെല്ലാവരും മരണത്തിൽ വിശ്വസിക്കുന്നവരാണ്. മരണം ഉറപ്പുള്ളൊരു കാര്യമാണ്. ജനിച്ചാൽ പിന്നെ ഒരിക്കൽ മരണം എന്തായാലും ഉണ്ട്. നമ്മളതുപോലെ തന്നെ നരകത്തെയും സ്വർഗത്തെയും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മുസ്ലിങ്ങളാണ്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ദിക്റിനെ നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊലിയിൽ പോലും നരകത്തിന് സ്പർശിക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഫലം പറയുന്നത്. നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന ഓഫറുകളൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളാൽ കഴിയുന്നവർക്കൊക്കെ ഈ ഒരു അറിവിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏതാണ് ദിക്ർ, എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ദിക്ർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. റബ്ബി ഗഫിർലി വർഹംനി വതുബ് അലയ്യ. നമുക്ക് ഒരു തവണ പറയാൻ 1 മിനിറ്റിൻ്റെ ആവശ്യം പോലുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലേണ്ടത് 70 തവണയാണ്. റജബ് മാസത്തിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും 70 തവണ നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലണം. 5 മിനിറ്റ് മാക്സിമം മതിയാവും നമുക്ക് ഈ ഒരു ദിക്റിനെ 70 തവണ ചൊല്ലാനായിട്ട്. വളരെ ചെറിയ ദിക്റാണ്, പക്ഷേ ഇതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നരകത്തിൽ നമ്മുടെ ഒരു തൊലിയിൽ പോലും നരകത്തിന് സ്പർശിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയൊരു ഓഫറാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. റജബ് മാസത്തിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ദിക്റിനെ 70 തവണ ചൊല്ലാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് നമുക്കതിനെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പടച്ച റബ്ബ് മാറ്റി നല്ലൊരു സന്തോഷമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.